ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിയാണ് കേട്ടോ. ഏപ്രിൽ 30-ാം തീയതിയാണ് അക്ഷയ തൃതീയ വരുന്നത്. ഏപ്രിൽ 28-ാം തീയതിയാണ് വൈശാഖ മാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈശാഖ മാസത്തിന്റെ പുണ്യത്തെ കുറിച്ചിട്ടും ഫലത്തെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. ഏപ്രിൽ 30-ാം തീയതിയാണ് അക്ഷയ തൃതീയ വരുന്നത്. എന്താണ് അക്ഷയ തൃതീയ? നമുക്കറിയാം, സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. അത് മാത്രമാണ് പ്രത്യേകത. എന്താണ് അക്ഷയ തൃതീയയുടെ പിന്നിലുള്ള ഐതിഹ്യം? എന്താണ്? ഗുരുകുലത്തില് സന്ദീപിനി മഹർഷിയുടെ ഗുരുകുലത്തില് ശിഷ്യന്മാരായിരുന്നു ബലരാമനും ഭഗവാൻ ശ്രീകൃഷ്ണനും സുദാമാവും. ആരാണ് സുദാമാവ്? സാക്ഷാൽ കുചേലൻ തന്നെ. അപ്പൊ സന്ദീപിനി മഹർഷിയുടെ ശിഷ്യന്മാരാണ് ഇവര് മൂവരും. കുചേലൻ ഭഗവാന്റെ പ്രിയ ഭക്തനാണ്. അദ്ദേഹത്തിന് നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാനോട്. അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം അവസാനിച്ചു. ദ്വാരകാനാഥൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. സുദാമാവ് തന്റെ ഭവനത്തിലേക്കും തിരികെ പോയി. അങ്ങനെ വീട്ടിലെത്തിയെങ്കിലും അദ്ദേഹത്തിന് ഭഗവാനുള്ള ഭക്തിയിൽ ലേശം കുറവ് സംഭവിച്ചില്ല എന്നുള്ളതാണ്. നിരന്തരം ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ പലതും കഴിഞ്ഞു പോയി. അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞു, കുടുംബവും കുട്ടികളുമായി. പക്ഷെ അദ്ദേഹത്തിന് വളരെ ദരിദ്രനാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം എന്നുള്ളത് മുഷിഞ്ഞ ജീർണ വസ്ത്രമാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പേര് വന്നു, കുചേലൻ. വളരെ ദരിദ്രനാണ് അദ്ദേഹം. ഭാര്യയ്ക്കും മക്കൾക്കും ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക അല്ല അദ്ദേഹം തികച്ചും ദരിദ്ര അവസ്ഥയിലാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പേര് വന്നു, കുചേലൻ. അപ്പൊ വിശന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കരയുന്നത് കണ്ടപ്പോ സുദാമാവിന്റെ ഭാര്യ അദ്ദേഹത്തിനോട് പറയാണ്, നിങ്ങളുടെ പ്രിയ സുഹൃത്തല്ലേ ദ്വാരകാനാഥൻ, അദ്ദേഹത്തെ പോയി കണ്ടിട്ട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അനുഗ്രഹിക്കും, നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരുമെന്ന് പറയാണ്. അപ്പം കുചേലൻ പോവാനായിട്ട് മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം ഭഗവാനിൽ നിന്നും കുചേലൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിറഞ്ഞ ഭക്തി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. ഭഗവാനിൽ നിന്നും അദ്ദേഹം ഒന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കുചേലൻ. എന്നാലും ഭാര്യയുടെ ഒരു നിർബന്ധ പ്രകാരം അദ്ദേഹം പോവാൻ തീരുമാനിച്ചു. അപ്പൊ ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ.